ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ. സോ ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞ പടം കണ്ടേക്കുവാണ്. ഒരു ജാപ്പനീസ് പടമാണ്. അതിൻ്റെ ഡബ്ഡ് വേർഷന് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് തകാഷി യമാസാക്കി എന്ന പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ അഭിനയിച്ചേക്കുന്ന റൊയോൻസുക്കി കമാക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ മിനാമി ഹംബാബെ. ജാപ്പനീസ് പേരുകളാണ്. ഇത്രത്തോളം വായിച്ച ശരിയായിട്ടെന്ന് അറിയില്ല, വായിച്ചതിലെന്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ ബാക്കി ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരെ ടെക്നീഷ്യൻസും ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ തൽക്കാലം വായിക്കുന്നില്ല. സോ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല മോനെ. കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. പടത്തിലെ മൊത്തത്തിൽ ത്രൂ ഔട്ട് നമുക്കിപ്പം നമ്മൾ ഗോഡ്സില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഗോഡ്സില്ല എന്ന് പറയുന്നത് ഗോഡ്സില്ല കിങ് കോങ് അവർ തമ്മിലുള്ള ഒരു ടീം കോമ്പാക്റ്റ്, ഒരു WWF ജോബ് സ്ലാം അടിക്കുന്ന ഗോഡ്സില്ല, അങ്ങനെ കോങ്ങിനെ ഇടിക്കുന്നു, കോങ്ങെ പാടാ നമുക്ക് അടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കോമൺ ആയിട്ടുള്ള വില്ലനെ പോയി തകർക്കുന്നൊരു ടൈപ്പ് സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇത്രയും കാലം. ഒരു ഗോഡ്സില്ല അതുപോലെ തന്നെ കിങ് കോങ് ഒരു മോൺസ്റ്റർ ഫ്രാഞ്ചൈസിയിൽ വന്നുകൊണ്ടിരുന്ന പടങ്ങൾ. പക്ഷേ അതിന് മറ്റൊരു ഭാഗമായിട്ട് ഇത് ജാപ്പനീസുകാർ ഗോഡ്സില്ലയെ എങ്ങനെ കാണുന്നു, അവർ ഗോഡ്സില്ലയെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുള്ള രീതിയിൽ പക്ക അടിപൊളിയായിട്ടുള്ള രീതിയിൽ നല്ല ഒരു രീതിയിൽ എടുത്തു വെച്ചേക്കുന്നൊരു പടമാണ് ഗോഡ്സില്ല -1 എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിനകത്തൊക്കെ മൊത്തത്തിലൊരു കോമൺ ഒരു ത്രെട്ട് വരുന്നു. അതിൽ ത്രെട്ട് വരുമ്പോൾ അവർ രണ്ടുപേരും കൂടി കമ്പൈൻ ആയിട്ട് വന്ന് അടി ഉണ്ടാക്കുന്നു, ത്രെട്ടിനെ ഉന്മൂലനം ചെയ്യുന്നു, അങ്ങനെ ടൈപ്പ് സംഭവമാണ് മറ്റേ ഫ്രാഞ്ചൈസിലുണ്ട്. പക്ഷേ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോഡ്സില്ല എന്ന് പറയുന്നത് പക്ക ഒരു ഡിസ്ട്രക്ഷനാണ്. മറ്റേതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സേവിയർ ആയിട്ടാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഗോഡ്സില്ല എന്ന് പറഞ്ഞാൽ പക്ക ഡിസ്ട്രക്ഷൻ. അതൊരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു സീക്വൻസിലാണ് ഈ പടം എടുത്തേക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൽ ആക്ച്വലി ഇപ്പം അവരിപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബിനെ എങ്ങനെ എങ്ങനെ ഭയക്കുന്നോ ആ ഒരു രീതിയിലാണ് ഈ ഒരു ഗോഡ്സില്ല അവർ കാണുന്നത്. ഡിസ്ട്രക്ഷൻ, അട്ടർ ഡിസ്ട്രക്ഷനാണ്. മൊത്തത്തിൽ തകർക്കാൻ, ജപ്പാനെ മൊത്തത്തിൽ തകർക്കാൻ വരുന്ന ഒരു മോൺസ്റ്റർ എന്ന രീതി തന്നെയാണ് ഗോഡ്സില്ല അവർ വിഷ്വലൈസ് ചെയ്തേക്കുന്നത്. ആക്ച്വലി പടം ഭയങ്കര കുറഞ്ഞ ബഡ്ജറ്റിലാണ്, മറ്റേത് കമ്പയർ ചെയ്ത് ഭയങ്കര കുറഞ്ഞ ബഡ്ജറ്റിലാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഒരു 90s ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പക്ക നല്ല രസമുണ്ട്. VFX ആണെങ്കിൽ എന്താണെങ്കിൽ നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി ഇതിനകത്ത് ഉള്ള ഹ്യൂമൻസ് ഇമോഷൻസ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് പോർട്രേ ചെയ്യുന്നത്. ആൾക്കാരുടെ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നപ്പം ഈ ഗോഡ്സില്ല വരുമ്പോൾ ഇത്ര ഡിസ്ട്രക്ഷനായി വരുന്നൊരു ഗോഡ്സില്ലയിൽ ഉണ്ടാവുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നൊരു ആൾക്കാരുടെ ഒരു ഇമോഷൻ, ആൾക്കാർ എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യുന്നു, ആൾക്കാർ ഇതിനെങ്ങനെ ചെറുത്ത് നിൽക്കുന്നു. അതായത് ഒരു സിവിലിയൻസിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഒരു സിവിലിയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് സിനിമ പോകുന്നത്. ബേസിക്കലി ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് മറ്റേ സിനിമകളിലും കണ്ടുവരാത്തതാണ്. അതിൽ ഒരുപാട് ഫൈറ്റൊക്കെ നടക്കുകയാണെങ്കിൽ ഭയങ്കര ഡിസ്ട്രക്ഷനും എല്ലാം ഉണ്ടാകുന്നു. പക്ഷേ ആ ഒരു പെർസ്പെക്റ്റീവ് കാണിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് പക്ക ആ ഒരു രീതിയിലാണ്. അതായത് ഒരു ആൾക്കാരെങ്ങനെ, അതാണ് ഇപ്പോൾ ഏത് നമ്മൾ സിനിമ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ആ പടം എത്ര വലിയ ആക്ഷൻ പടമാണെങ്കിലും എത്ര വലിയ സംഭവമാണെങ്കിലും, ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് അവഞ്ചേഴ്സ് പറയുമ്പോൾ പക്ക സൂപ്പർ ഹീറോ സെറ്റപ്പ്. പക്ഷെ നമുക്കതിൽ ഇമോഷണലി കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അവസാനം ടോണി സ്റ്റാർക്ക് മരിക്കുന്നത് ആ ഒരു സംഭവമൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് എഫക്റ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ ആ ഒരു അതിനകത്തുള്ള ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ്. അതുകൊണ്ട് തന്നെ എത്ര ഹൈഫൈ പടങ്ങൾ ചെയ്താലും ആ ഒരു ഹ്യൂമൻ ഇമോഷൻസ്, നമ്മൾ അവരോടുള്ള കണക്ഷൻ നമുക്ക് അവരെ ബിൽഡ് ചെയ്യാൻ പറ്റണം. അതിലെ സക്സസ് വേണം. അതിൽ ഈ എന്തായാലും ഗോഡ്സില്ല -1 ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടം അത്രയും ഫേവററ്റ് ആവുന്നത്. ആക്ച്വലി ഈ പടം ഇറങ്ങിയേക്കുന്നത് ഇപ്പം നെറ്റ്ഫ്ലിക്സിലാണ്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ളൂ. ജാപ്പനീസിലായിരുന്നു പടം ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം അതിൻ്റെ ഡബ്ഡ് വേർഷൻ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യമൊക്കെ ജാപ്പനീസിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കാണാൻ കുറച്ച് മടിച്ച് നിന്നായിരുന്നു. എനിക്ക് സത്യം പറയാം ഈ സബ് ടൈറ്റിൽ കണ്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി. പക്ഷേ നമ്മൾ നല്ല പടങ്ങളൊക്കെ നമ്മൾ എന്തായാലും കാണും. പക്ഷേ ഇത് കുറച്ച് ഞാൻ ലാഗ് ഇട്ട് നിന്നായിരുന്നു. പക്ഷേ ഇത് അറിഞ്ഞപ്പം അത് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയപ്പോൾ അപ്പം പോയി പടം കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. മറ്റുള്ള ഗോഡ്സില്ല മൂവീസിനേക്കാളൊക്കെ എത്രയോ ഫാർ ബെറ്ററാണ്. ഗോഡ്സില്ല മൂവീസിൽ ഏറ്റവും കിടിലൻ മൂവിയാണിതെന്ന് പറയുന്നത്. അത്രയും നല്ലൊരു രസത്തിൽ എടുത്ത് വെച്ചേക്കുന്നത് പടം. ഭയങ്കര രസമുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര രസമാണ് സംഭവം. നമ്മൾ ത്രില്ലടിച്ച് ഇതൊരു തിയേറ്റർ വാച്ചായിരുന്നെങ്കിലും ഒരു രക്ഷയില്ല മോനെ. ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തേനെ. കിടിലം പടമാണ്. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ്. ക്ലൈമാക്സിലൊക്കെ വെച്ച് കാണാൻ പറ്റിയൊരു കിടിലം എക്സ്പീരിയൻസ് പടം തന്നെയാണിത് ഗോഡ്സില്ല -1. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി OTT റിലീസാണ്, ഡയറക്റ്റ് OTT റിലീസാണ്. ജാപ്പനീസുകാർക്ക് മാത്രമേ അത് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുള്ളൂ. ജപ്പാനിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളായിരുന്നു. നമുക്കെല്ലാം ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ കണ്ട് എന്തായാലും നമുക്കത് എൻജോയ് ചെയ്യുക. അത്യാവശ്യം നല്ല, എന്തായാലും ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ കണ്ടാലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഫാർ ബെറ്ററായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ പറഞ്ഞത്. സോ പറ്റുന്നവരെല്ലാം പോയി കാണാം. നല്ലൊരു പടമാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ. ഇപ്പം നോർമലി ഇങ്ങനത്തെ ഒരു പടങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു ഹ്യൂമൻ ഇമോഷൻസ് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും കണക്റ്റായി പോകും ആ പടങ്ങൾ. അങ്ങനെ ഒരു സംഭവമാണ് ഈ ഗോഡ്സില്ല -1 ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രീതിയിൽ VFX ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഗോ ആൻഡ് വാച്ച് ഇറ്റ്. സോ താങ്ക് യു.